എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇഡലി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ 2 റെസിപ്പീസുമായിട്ടാണ്. അതിലൊന്നെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഇഡലി ഉപ്പുമായാണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇഡലി ബൈറ്റ്സ് ആണ്. അതിന് ഇഡലി ബൈറ്റ്സ് എന്നും ഇഡലി മസാല എന്നും ഇഡലി ഫ്രൈ എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്കായി ഞാൻ 4 ഇഡലി എടുത്തിട്ടുണ്ട്. അതിൽ 2 ഇഡലി വന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് കഴിയുന്നത്രയും കുഞ്ഞായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ബാക്കി 2 ഇഡലി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുന്ന അത്രയും തിക്നെസ് കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രത്തോളം ക്രിസ്പി ആയിരിക്കും. പിന്നെ ഇതിനു വേണ്ടി വേണ്ടത് കുറച്ച് ഉഴുന്ന് പരിപ്പാണ്, 4 കൊച്ചുള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് വളരെ കുറച്ച് വേണം ചേർക്കാൻ. അതായത് ഇഡലിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും, അപ്പോൾ അതും കൂടെ കണക്കാക്കി ചേർക്കണം. ഇനി നമ്മൾ കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡലിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ എണ്ണ ആവാം, ഇപ്പോൾ ആദ്യം കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു അടപ്പ് വെച്ച് മാറ്റി വയ്ക്കാം. ഇതൊരു 10-15 മിനിറ്റ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇതിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഇത് വന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡും ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 എണ്ണ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇഡലി ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഈ കുർക്കുറയൊക്കെ കഴിക്കുന്ന ആ ഒരു അത്രയും ക്രിസ്പിയാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇത്രയും ക്രിസ്പി ആയിട്ട് നല്ല അകമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇഡലി ഉപ്പുമാ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചക്കറികൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചക്കറിയൊന്നും ഇടാണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അല്ലാണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് വെള്ള കളറിൽ ഇരിക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഡലി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കണം എന്നുള്ള നിർബന്ധമല്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഡലി ഉപ്പുമാവും ഇഡലി ബൈറ്റ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.